ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 7ലെ ജോഗ്രഫി ലെസൺ 1 എൻവയോൺമെന്റ്. അപ്പോൾ നമുക്ക് ലെസൺ നോക്കാം. ഇതിൽ എൻവയോൺമെന്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. After a long vacation, Ravi started going to school again. He noticed only playground next to his school was dug up. People said the huge building with many flats will be constructed there. Ravi was at most in tears when he realized the big playground with the soft grass, marigolds, butterflies is gone ever. He shared his feelings with his classmates. In the assembly, the principal too sadly observed how our environment is changing. അപ്പോൾ ഇത് രവിയുടെ ഒരു സ്റ്റോറിയാണ്. ഇവിടെ അടുത്തുള്ള സ്കൂളിനടുത്തുള്ളൊരു പ്ലേ ഗ്രൗണ്ട്, അവിടെ കുറേ ഫ്ലാറ്റൊക്കെ വരാൻ പോകുന്നു. അപ്പോൾ അസംബ്ലിയിലും അവർ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ ചോദിച്ചു, വാട്ട് ഈസ് എൻവയോൺമെന്റ്, എന്താണ് എൻവയോൺമെന്റ്, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു സീ ഇൻ അവർ എൻവയോൺമെന്റ്, എന്തൊക്കെയാണ് കാണുന്നത്. അപ്പോൾ രവി പറഞ്ഞു, ദാറ്റ് മീൻസ് ദ സ്കൂൾ ബിൽഡിംഗ്സ്, ടേബിൾ, സ്റ്റെയർസ്, ക്ലാസ് റൂംസ്, ഓപ്പൺ ഫീൽഡ്, ഗാർബേജ്, മൈ ഫ്രണ്ട്സ്, എല്ലാനും എൻവയോൺമെന്റ് ആണ്. അപ്പോൾ ടീച്ചർ സെഡ്, യെസ്, സം ഒബ്ജക്ട്സ് ആർ ക്രിയേറ്റഡ് ബൈ നേച്ചർ ആൻഡ് അതർ ബൈ ദ മെൻ. ഫോർ എക്സാമ്പിൾ റോഡ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡെഫിനിഷൻസ് കിട്ടി. എന്താണ് ഒരു നാച്ചുറൽ ഒബ്ജക്റ്റ്? ക്രിയേറ്റഡ് ബൈ നേച്ചർ ആണ് നാച്ചുറൽ ഒബ്ജക്റ്റ്. ദാറ്റ് ഈസ് മൗണ്ടെയിൻസ്, റിവേഴ്സ്, ട്രീസ് ഒക്കെ എക്സാമ്പിൾസ് ഓഫ് നാച്ചുറൽ ഒബ്ജക്ട്സ് ആണ്. ഇനി മാൻമെയ്ഡ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ മെയ്ഡ് ബൈ പീപ്പിൾ, ദാറ്റ് ഈസ് റോഡ്, കാർസ്, ക്ലോത്ത്സ് ആൻഡ് ബുക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് എൻവയോൺമെന്റ് എന്ന് നമുക്ക് നോക്കാം. The environment is the basic life supporting system. It provides the air we breathe, the water we drink, the food we eat and the land we live. അപ്പോൾ എവിടെയാണ് നമ്മൾ, ഇറ്റ് ഈസ് ദ ബേസിക് ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റം. ഓക്കെ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയറും നമ്മൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും ഒക്കെ പാർട്ട് ഓഫ് ദ എൻവയോൺമെന്റ് ആണ്. ഹൗ ഡു ഹ്യൂമൻ ബീങ്സ് മോഡിഫൈ ദ നേച്ചുറൽ എൻവയോൺമെന്റ്? നമ്മൾ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത്? കാർ ഫ്യൂംസ് പൊല്യൂട്ട് എയർ, വാട്ടർ ഇസ് കളക്റ്റഡ് ഇൻ പോട്ട്സ്, ഫുഡ് ഇസ് സർവ്ഡ് ഇൻ വെസൽസ്, ലാൻഡ് ഈസ് യൂസ്ഡ് ഫോർ ബിൽഡിംഗ് ഫാക്ടറി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നാച്ചുറൽ എൻവയോൺമെന്റ് മോഡിഫൈ ചെയ്യുന്നത്. Human beings make cars, mills, factories, manufacture. This is how the human beings modify environment. അല്ലെ, ഇതിങ്ങനെയാണ് നമ്മൾ എൻവയോൺമെന്റിനെ മോഡിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ രവിയും അവൻ്റെ ഫ്രണ്ട്സും കൂടി ക്ലാസിഫൈ ചെയ്ത കുറച്ച് ഒബ്ജക്ട്സ് ആണ്. ഇനി നാച്ചുറൽ ഏതൊക്കെയാണ്? നാച്ചുറൽ ഏതൊക്കെ? അറ്റ്മോസ്ഫിയർ, എയർ ഒക്കെ നാച്ചുറൽ ആണ്. ഹൈഡ്രോസ്ഫിയർ, ദാറ്റ് ഇസ് വാട്ടർ, നാച്ചുറൽ ആണ്. ലാൻഡ് നാച്ചുറൽ ആണ്. അതുപോലെ തന്നെ ലിവിങ് തിങ്സും ഒക്കെ നാച്ചുറൽ ആണ്. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എയർ, വാട്ടർ പോലുള്ള കാര്യങ്ങൾ. ഹൈഡ്രോസ്ഫിയർ, ലാൻഡ്, ലിത്തോസ്ഫിയർ, ലിവിങ് തിങ്സ്, ബയോസ്ഫിയർ. ഇനി ഹ്യൂമൻ മെയ്ഡ് എങ്ങനെയാണ്? ബിൽഡിങ്സ്, പാർക്ക്, ബ്രിഡ്ജ്, റോഡ്, ഇൻഡസ്ട്രീസ്, ഇതൊക്കെ മാൻ മെയ്ഡ് ആണ്. ഇനി ഹ്യൂമൻ മെയ്ഡ് എന്തൊക്കെയാണ്? ഹ്യൂമൻസ് എന്തൊക്കെയാണ്? നമ്മൾ ഇൻഡിവിജ്വൽ, ഫാമിലി, കമ്മ്യൂണിറ്റി, നമുക്ക് റിലീജിയൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, എക്കോണമി ഉണ്ട്, പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, from the above conversation, we understand that the place, people, things and the nature that surround any living organism is called environment. അപ്പോൾ ആളുകളും പീപ്പിളും തിങ്സും എല്ലാം കൂടി ചേർന്നിട്ടാണ് എൻവയോൺമെന്റ്. ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ മെയ്ഡ് ഫിനോമിന. നാച്ചുറൽ ഉണ്ട്, അതിൽ ഹ്യൂമൻ മെയ്ഡ്. അപ്പോൾ ഇത് നോക്കിക്കേ, ബയോട്ടിക് എന്നുള്ള ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ലിവിങ് ഓർഗാനിസം. ലിവിങ് തിങ്സിനെ നമ്മൾ ബയോട്ടിക് എന്നും, അബയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് തിങ്സ് ആയിട്ടുള്ളതിനൊക്കെ നമ്മൾ അബയോട്ടിക്. നിങ്ങൾ എല്ലാവരും എഴുതുമ്പോൾ എക്സാമ്പിൾസും കൂടി വിത്ത് പഠിക്കണം. ഓക്കെ, നാച്ചുറൽ എൻവയോൺമെന്റിന് ബയോട്ടിക് എന്ന് വിളിക്കും. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് എക്സിസ്റ്റിംഗ് ഓൺ ദ എർത്ത് ബൈ ദ ഹ്യൂമൻ എൻവയോൺമെന്റ്. ഹ്യൂമൻ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അബയോട്ടിക് റിസോഴ്സ്. എൻവയോൺമെന്റ് എന്ന് പറയുന്ന വേർഡ് ഒരു ഫ്രഞ്ച് വേർഡാണ്, എൻവയോണർ, മീനിങ് നൈബർഹുഡ്. ഓക്കെ, ഇനി നാച്ചുറൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലാൻഡ്, വാട്ടർ, എയർ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് കംപ്രൈസ് ഓഫ് നാച്ചുറൽ എൻവയോൺമെന്റ്. ഓക്കെ, അപ്പം ലാൻഡും വാട്ടറും എയറും ഒക്കെയാണ് നാച്ചുറൽ എൻവയോൺമെന്റ്. അതിൽ നമുക്ക് ഹൈഡ്രോസ്ഫിയർ ഉണ്ട്, ലിത്തോസ്ഫിയർ ഉണ്ട്, അറ്റ്മോസ്ഫിയർ ഒക്കെ ഉണ്ട്. ഒക്കെ ഫ്രം യുവർ പ്രീവിയസ് ക്ലാസ്സസ്.
ഓക്കെ, മുന്നേ നമ്മൾ പഠിച്ചതാണ്. ഇനി lithosphere എന്താണെന്ന് നമുക്ക് നോക്കാം. Lithosphere is the solid crust or the hard top layer of the earth. It is made up of rock minerals and covered by a thin layer of soil. It is irregular surface with various landforms such as mountains, plateaus and plains and valleys. Landforms are found over the continent and also on the ocean floors. അപ്പോൾ lithosphere എന്ന് പറഞ്ഞാൽ the solid crust means ഭൂമി, നമ്മൾ ജീവിക്കുന്ന ഭൂമിയാണ് ലിത്തോസ്ഫിയർ അല്ലെ. ഹാർഡ് ടോപ്പ് ലെയർ, മണ്ണും കല്ലും ഒക്കെ നിറഞ്ഞ ഇത്. മിനറൽസ് കവേർഡ് ബൈ തിൻ ലെയർ ഓഫ് സോയിൽ. ഇറഗുലർ സർഫസ് ആണ് അല്ലെ. നമുക്ക് മലകളുണ്ട്, പ്ലാറ്റ്യൂസ് ഉണ്ട്, പ്ലെയിൻസ് ഒക്കെ ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഫൗണ്ട് ഓവർ ദ കോണ്ടിനെന്റ്സ് ആൻഡ് ഓൾസോ ഓൺ ദ ഓഷ്യൻ ഫ്ലോർസ്. ഓഷ്യൻ ഫ്ലോർസിനും കാണാൻ പറ്റും, മെയിൻലി ഓൺ ദ കോണ്ടിനെന്റ്സിലാണ് നമ്മളത് കാണുന്നത്. ലിത്തോസ്ഫിയർ ഈസ് ദ ഡൊമൈൻ ദാറ്റ് പ്രൊവൈഡ്സ് ദ ഫോറസ്റ്റ്. ലിത്തോസ്ഫിയറിലാണ് നമുക്ക് എന്തൊക്കെ ഉള്ളത്? ഫോറസ്റ്റുകളും ഗ്രാസ് ലാൻഡുകളും അഗ്രികൾച്ചറൽ ലാൻഡുകളും ഒക്കെ ഉള്ളത്. ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് അല്ലെ, നമ്മളൊക്കെ സെറ്റിൽ ചെയ്യുന്നതൊക്കെ ലിത്തോസ്ഫിയറിലാണ്. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് മിനറൽ വെൽത്ത്. ഓക്കെ, കണ്ടോ ഈ ഫിഗറിൽ നമുക്ക് കാണാം. ഡൊമൈൻ ഓഫ് എൻവയോൺമെന്റ്. ഡൊമൈൻ ഓഫ് വാട്ടർ. വാട്ടറിന്റെ ഡൊമൈനിനെയാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് കംപ്രൈസസ് ഓഫ് വാട്ടേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്. റിവേഴ്സ്, ലേക്സ്, ഓഷ്യൻസ് ഒക്കെ ചേരുന്നതാണ് ഹൈഡ്രോസ്ഫിയർ. ഇനി അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ദ തിൻ ലെയർ ഓഫ് എയർ ദാറ്റ് സറൗണ്ട് ദ എർത്ത്. എയറിന്റെ ലെയേഴ്സിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഹോൾഡ്സ് ദ അറ്റ്മോസ്ഫിയർ. എന്ത് കാരണമാണ് അറ്റ്മോസ്ഫിയർ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവുന്നത്. ഇറ്റ് പ്രൊട്ടക്ട് us from the harmful rays and the scorching heat of the sun. harmful rays നിന്നും സണ്ണിൻ്റെ സ്കോർച്ചിങ് ഹീറ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് ഗ്യാസസ്, ഡസ്റ്റ്, വാട്ടർ വേപ്പേഴ്സ് ഒക്കെ പ്രസന്റ് ആണ്. ദ ചേഞ്ച് ഇൻ അറ്റ്മോസ്ഫിയർ പ്രൊഡ്യൂസസ് ചേഞ്ച് ഇൻ വെതർ. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെതറും ചേഞ്ച് ഇൻ ക്ലൈമറ്റും ആണ്. അറ്റ്മോസ്ഫിയറിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെതറും ചേഞ്ച് ഇൻ ക്ലൈമറ്റും ആണ്. ഇനി ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എല്ലാ പ്ലാന്റ് കിങ്ഡവും ആനിമൽ കിങ്ഡവും ഒക്കെ ചേരുന്നതാണ് ബയോസ്ഫിയർ. ഇറ്റ് ഈസ് എ നാരോ സോൺ ഓൺ ദ എർത്ത്. എർത്തിലൊരു നാരോ സോണാണ് വെർ ലാൻഡ്, വാട്ടർ ആൻഡ് എയർ എല്ലാ തിങ്സും ഇൻട്രാക്ട് ചെയ്യുന്നത് ബയോസ്ഫിയറിലാണ്. ഇനി എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ഇൻട്രാക്ഷൻ. എല്ലാ ജീവികളുടെയും എല്ലാ സ്പിയേഴ്സിൻ്റെ ഇൻറ്ററാക്ഷൻ കാരണമാണ് ecosystem ഉണ്ടാവുന്നത്. The physical and chemical factors of environment they live in all are linked to the transfer of energy from one material to another. ഇനി നമുക്ക് നോക്കാം എന്താണ് ഒരു എക്കോസിസ്റ്റം എന്നുള്ളത്. At NCC camp, Ravi class was attending. Jesse exclaimed, "What a heavy down drop! It remind me the home in Kerala. You should come and see how to pour over the lushy green leaves and the coconut plantation. Hira from Jamshedpur, we get no rain. We see only kirkar and sand as eyes can see. As far as eyes can see. But you also find camels," said Ravi. Here, not just camel. If you visit the desert, you will see snake, lizards and many insects too. Ravi wonder, why do animals and the vegetation, the way the people living very very far are they all related? Are they all related? Oh yes, very much, this teacher replied. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ എൻവയോൺമെൻ്റ് ആണ് അവർക്കുള്ളത്, സറൗണ്ടിങ്സ് ആണ് അവർക്കുള്ളത്. അപ്പോൾ ഓൾ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ സറൗണ്ടിങ് അല്ലേ. ഓഫ് ഇറ്റ് ദേ ഓൾസോ ആർ ഇന്റർഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ. ഇന്റർഡിപ്പെൻഡൻ്റ് ആണെങ്കിലും അവരെല്ലാവരും സറൗണ്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും. മീൻസ് അവനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഓഫൻ ദേ ആർ ഓൾസോ interdependent on each other. This relation between living organism as well as the relation between organism and their surrounding form an ecosystem. അപ്പോൾ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസംസ് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസും അതുപോലെ തന്നെ ലിവിങ് ഓർഗാനിസംസും സറൗണ്ടിങ്ങും ആയിട്ടുള്ള റിലേഷനും കൂടിയാണ്. ദർ കുഡ് ബി ആൻ എക്കോസിസ്റ്റം ഇൻ എ ലാർജ് റെയിൻ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, എല്ലായിടത്തും ഓരോരോ എക്കോസിസ്റ്റങ്ങളാണ്. നമുക്കിവിടെ നോക്കിക്കേ,
നമുക്ക് കാണാം June 5th ആണ് എവറി ഇയർ നമ്മൾ എൻവയോൺമെന്റ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു പഴയ കാലത്തെ ഒരു സിസ്റ്റമാണ്. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആർ എക്സ്ചേഞ്ച്ഡ് വിത്തൗട്ട് ദ യൂസ് ഓഫ് മണി. നമ്മളിപ്പോൾ സാധാരണ കാശ് കൊടുത്തിട്ടാണ് ഓരോ വസ്തുക്കൾ വാങ്ങിക്കുന്നത്. ബട്ട് ബാർട്ടർ സിസ്റ്റത്തിൽ എന്താണ്, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു ബുക്ക് ഉണ്ടെങ്കിൽ ഒരു ബുക്ക് കൊടുത്തിട്ട് കടയിൽ പോയിട്ട് ഒരു പേന വാങ്ങിക്കുക, മീൻസ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങിക്കുന്ന ഒരു ഏർപ്പാട്. നമ്മളൊരു ഒരു പാട്ടിൽ കേട്ടിട്ടില്ലേ, എന്താ കത്തി കൊടുത്തു മുള്ളു വാങ്ങി ടിങ് ടിങ് ടിങ്. അതുപോലെ മീൻസ് അത് ബാറ്ററി സിസ്റ്റമാണ്. എന്താണ്, കത്തി കൊടുത്തിട്ട് എന്തെങ്കിലും വാങ്ങിക്കുക, അപ്പം വാങ്ങി അല്ലേ, കത്തി കൊടുക്കുക അപ്പം വാങ്ങി. ഒരു കുരങ്ങൻ്റെ ഒക്കെ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ബാറ്ററി സിസ്റ്റമാണ്. ഓക്കെ, അത് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പാട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി ഹ്യൂമൻ എൻവയോൺമെന്റ്. ഹ്യൂമൻ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് ഇന്ററാക്ട് വിത്ത് എൻവയോൺമെന്റ് ആൻഡ് മോഡിഫൈ ഇറ്റ് അക്കോർഡിംഗ്ലി to their needs. Early humans adapt themselves to environment. ഹ്യൂമൻ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് മോഡിഫൈഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് അല്ലേ. നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്തേക്കുന്നതാണ്. നമ്മൾ പണിത വീടും റോഡും എല്ലാം ഹ്യൂമൻ്റെ മോഡിഫിക്കേഷൻ ആണ് എൻവയോൺമെന്റിൽ. ഏർലി ഹ്യൂമൻസ് എന്ത് ചെയ്യുമായിരുന്നു, നാച്ചുറൽ സറൗണ്ടിങ്സ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യുകയായിരുന്നു. They led a simple and fulfill their requirement from the nature around them. അവരുടെ പുറത്തുള്ള നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. വിത്ത് ടൈം നീഡ്സ് ഗ്രൂ ആൻഡ് ബിക്കം മോർ വെരി. ടൈം മാറിയതോടുകൂടി ഹ്യൂമൻസ് ലേൺ ന്യൂ വേസ് അല്ലേ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു. ആൻഡ് ചേഞ്ച് ദ എൻവയോൺമെന്റ്. ദേ ലേൺ ടു ഗ്രോ ക്രോപ്സ്, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, സെറ്റിൽ ലൈഫ്, ഇതൊക്കെ അവർ പഠിച്ചു. ദ വീൽ ഇൻവെന്റ് ചെയ്തു അല്ലേ, അതൊക്കെ ഒരു ഗ്രേറ്റ് ഇൻവെൻഷൻ ആണ് അല്ലേ. സർപ്ലസ് ഓഫ് ഫുഡ് വാസ് പ്രൊഡ്യൂസ്, ബാറ്റർ സിസ്റ്റം എമേർജ്, ട്രേഡ് സ്റ്റാർട്ടഡ്, കൊമേഴ്സ് ഡെവലപ്ഡ് അല്ലേ. ഓരോന്നായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നു. ഫ്രം ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതൽ ഇപ്പോൾ വരെ ഡെവലപ്മെന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ enabled large scale production, transportation become faster. ഇപ്പം എന്താണ്, ഇൻഫോർമേഷൻ റെവല്യൂഷൻസ് നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ടെക്നിക്കൽ റെവല്യൂഷൻസ് മെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റർ അക്രോസ് ദ വേൾഡ് അല്ലേ. ഇതൊക്കെ ഹ്യൂമൻ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻസിന് ഡെവലപ്മെന്റ് കാരണം ഉണ്ടായതാണ്. Have you ever thought why you love eating a juicy watermelon in summer and a hot roast peanuts in winter? The perfect balance is necessary between natural and human environment. Humans must learn to live and use their surrounding in a harmonious way. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സമ്മറിൽ നല്ല കൂളായിട്ടുള്ള വാട്ടർമെലൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ നല്ല കോൾഡായിട്ടുള്ള ഐസ് ഫ്രൂട്ടൊക്കെ കഴിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ തോന്നുന്നത്? കാരണം എൻവയോൺമെൻറ്റിൻ്റെ ചേഞ്ച് കാരണമാണ്. അതുപോലെ തന്നെ കോൾഡ് വിൻ്ററിൽ നമുക്ക് എന്താ, കോൾഡ് വിൻ്റർ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സമയങ്ങളിൽ നമുക്ക് നല്ല ചൂട് ചായയും അല്ലെങ്കിൽ പരിപ്പോടെയൊക്കെ കഴിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? എൻവയോൺമെൻറ്റിൻ്റെ ബാലൻസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കൊണ്ടാണ്. Okay, Nuri, a girl from Mizoram from Ravi's class, often talks about the lush green surrounding of her place. Seeing Ravi upset having lost his playground, Nuri invited him during the vacation. Ravi's teacher asked the students to draw the landscapes, houses, activities, place they visited during the holidays. അവർ വിസിറ്റ് ചെയ്ത പ്ലേസുകളുടെയൊക്കെ പടങ്ങളൊക്കെ വരയ്ക്കാൻ ടീച്ചർ ആവശ്യപ്പെട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ലെസൺ. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലെസൺ ആണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.